CPM-നെയും സർക്കാരിനെയും അഴിയാക്കുരുക്കിലാക്കി എ പത്മകുമാറിന്റെ അറസ്റ്റും വെളിപ്പെടുത്തലുകളും. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷ വഴിയെന്ന് പത്മകുമാറിന്റെ മൊഴി. സ്വർണ്ണക്കവർച്ചയിൽ സർക്കാർ തലത്തിലും ഇടപെടലുണ്ടായെന്നാണ് പത്മകുമാറിന്റെ മൊഴി വ്യക്തമാക്കുന്നത്. അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും നീളും എന്നുറപ്പായതോടെ സമാനതകളില്ലാത്ത പ്രതിരോധത്തിലാണിപ്പോൾ CPM. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരും. പ്രജിത്ത്, നേരത്തെ പറഞ്ഞ ഒരു പട്ടികയുണ്ട്, അതിപ്പോൾ എത്തി നിൽക്കുന്നത് പത്മകുമാറിലാണ്. പത്മകുമാർ പത്മവ്യൂഹത്തിലാണ്. ഇനി ആരിലേക്കെന്ന ചോദ്യം. ഇന്നലെ ഈ പത്മകുമാറിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ മൊഴി മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ മാത്രമല്ല, എന്നിൽ അവസാനിക്കാൻ പോകുന്നില്ല എന്ന സൂചനകളാണ് ആ മുഖഭാവത്തിൽ പോലും വ്യക്തമാകുന്നത്. ഇതിപ്പോൾ അതിലും വലിയ ഉന്നതരിലേക്കോ കാര്യങ്ങളുടെ പോക്ക് കൊടുക്കാൻ തന്നെയാണോ പത്മകുമാറിന്റെ തീരുമാനം? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പത്മകുമാർ ഇതുവരെ ആരുടെയും പേരുകൾ പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ പൊതുവായിടത്തിൽ വന്ന് കൃത്യമായി ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. പക്ഷേ പത്മകുമാർ കുറച്ചു കാലം മുമ്പ്, ഒരു മാസം മുൻപ് പറഞ്ഞു വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അത് വലിയ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാർ അന്ന് പറഞ്ഞിരുന്നത്, നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നൊരു സ്റ്റേറ്റ്മെന്റാണ് അന്ന് പത്മകുമാർ നടത്തിയത്. അന്നേ ചോദ്യം ഉയർന്നിരുന്നു, ആരാണ് ഈ ദൈവതുല്യർ എന്നുള്ള ചോദ്യം അന്നേ വളരെ സജീവമായി മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിയതുമാണ്. പക്ഷേ അതിന് പത്മകുമാർ കൃത്യമായൊരു മറുപടിയും നൽകിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പുറത്തു വന്ന മൊഴി വിവരങ്ങളിൽ കൃത്യമായി ഒരു സൂചന പത്മകുമാർ നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതായത്, ഒന്ന്, പത്മകുമാർ കൃത്യമായി പറയുന്നു, ഈ സ്വർണ്ണക്കവർച്ചയിൽ താൻ മാത്രമല്ല ഇതിൽ പങ്കാളിയായിരിക്കുന്നത്, അല്ലെങ്കിൽ താൻ വഴിക്കല്ല ഈ അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ എത്തിയത് എന്നുള്ള കാര്യമാണ് പത്മകുമാർ പറയുന്നത്. പത്മകുമാർ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന്, സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതിന് ആദ്യം പോറ്റി അപേക്ഷ നൽകുന്നത് സംസ്ഥാന സർക്കാരിനാണ്, ദേവസ്വം മന്ത്രിക്കാണ്. അതായത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ ലഭിക്കുന്ന അപേക്ഷയാണ് ദേവസ്വം വകുപ്പിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡിലേക്ക് വരുന്നതും. ആ അപേക്ഷ ഉദ്യോഗസ്ഥർ വഴി തൻ്റെ അടുത്ത് എത്തുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം തന്നെ, അതിൽ അദ്ദേഹം എൻ വാസു അടക്കമുള്ള ആളുകളെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ അപേക്ഷയിൽ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നൊരു നിലപാടാണ് ഇപ്പോൾ പത്മകുമാർ ആവർത്തിച്ചിരിക്കുന്നത്. അതായത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിക്കും അറിയാം എന്നുള്ള കാര്യമാണ് പത്മകുമാർ പരസ്യമായി പറഞ്ഞു വയ്ക്കുന്നത്. സ്വാഭാവികമായും പത്മകുമാറിന്റെ ഈ മൊഴി ഒരു കടകംപള്ളി സുരേന്ദ്രനെയും സംശയനിഴലാകത്തും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പത്മകുമാർ അത്തരമൊരു മൊഴി നൽകിയത് എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണക്കവർച്ചയിൽ അങ്ങനെ താൻ പെട്ടുപോവുകയാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് പെട്ടുപോകില്ല എന്നുള്ളൊരു നിലപാട് കൂടിയാണ് പത്മകുമാർ അവിടെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അങ്ങനെ കാണാൻ കഴിയും. എന്തായാലും കടകംപള്ളി സുരേന്ദ്രന്റെ കൂടി ഒരു ആരോപണം നേരിടേണ്ടി വരുന്നതോടുകൂടി ഈ സ്വർണ്ണക്കവർച്ച കേസിൽ അത്യന്തം പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM. കാരണം ഇത്രയും കാലം ഈ പറയുന്ന ഒന്ന്, ഇപ്പോൾ എൻ വാസുവിൻ്റെ കാര്യമാണെങ്കിലും ശരി, അതിനുശേഷം പത്മകുമാറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും പക്ഷേ സർക്കാർ തലത്തിൽ നിന്ന് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി പത്മകുമാറിൻ്റെ മൊഴിയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രന് പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെയെങ്കിൽ അതിൽ കൃത്യമായ ഒരു സർക്കാർ തലത്തിൽ നിന്ന് സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം അത് ശക്തി പ്രാപിക്കും. അപ്പോൾ SITയുടെ അടക്കമുള്ള ചോദ്യം മുൻപിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ വരികയാണെങ്കിൽ തന്നെ അത് ഇതിപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്, പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നൽകും അന്വേഷണ സംഘം എന്നാണ്. മാത്രമല്ല, പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന്റെ അതേ സമയത്ത് തന്നെ കടകംപള്ളിയെ കൂടി ഇരുത്തി ചോദ്യം ചെയ്യാമെന്നും സാധ്യതയുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. എന്തായാലും തിങ്കളാഴ്ചയായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷം പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം കടകംപള്ളിയെയും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് സ്വാഭാവികമായും ഒരു സ്വർണ്ണക്കവർച്ച കേസിലെ ഒരു പ്രതിയായിട്ടുള്ള പത്മകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ, ഒന്ന് മന്ത്രിക്കും വകുപ്പിനുമെതിരെ ഒരു മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുള്ള കാര്യം കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാം. അതുപോലെ തന്നെ ഈ
സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട ഫയൽ നീക്കങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഇക്കാര്യങ്ങൾ ദേവസ്വം മന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ കൊടുക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം മന്ത്രിക്കാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആ മൊഴിയെടുക്കുന്നതിന് ശേഷം കടകംപള്ളി സുരേന്ദ്രനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും അടക്കമുള്ള സാഹചര്യങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് CPM തള്ളിവിടും എന്നുള്ള കാര്യത്തിൽ ഒരു അതായത് പത്മകുമാർ പത്മവ്യൂഹത്തിലായി, ഇപ്പോൾ സർക്കാരും CPM കൂടി പത്മവ്യൂഹത്തിലാകുന്നു അല്ലേ? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം ഒരു സംസ്ഥാന സർക്കാർ, അവിടെ സംസ്ഥാനത്തെ ഒരു ദേവസ്വം മന്ത്രി ഒരു കാട്ടുകള്ളന് പരവതാനി ഒരുക്കാൻ ദേവസ്വം ബോർഡിന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അത്തരമൊരു അപേക്ഷ വന്ന സമയത്ത് അത് ദേവസ്വം ബോർഡിലേക്ക് ഒരു ശുപാർശ എന്ന ഗുണം നൽകി എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിന്ന് ഗൂഢാലോചന തുടങ്ങി എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽപ്പുണ്ട്. ആ വിഷയം അവിടെ നിലനിൽപ്പുണ്ട്. നമ്മളിതിനെ കാണേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒന്ന്, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം ഇങ്ങനെ ഒരു സ്പോൺസർ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിക്കുന്നത് അത് പത്മകുമാറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും സ്വർണ്ണക്കവർച്ചയിലേക്കും ആദ്യം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള സ്പോൺസർ നമ്മുടെ ഈ സ്വർണ്ണപ്പാളികൾ അത് വീണ്ടും സ്വർണം പൂശുന്നതിന് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് പത്മകുമാർ ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഈ പറയുന്ന അപേക്ഷയുടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഫയൽ നീക്കം, ഈ അപേക്ഷ വരുന്നത് എവിടെ നിന്നാണ്? സെക്രട്ടേറിയറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച അപേക്ഷ അതേപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ശുപാർശ എന്ന പോലെ വരുന്നു. ആ രേഖയാണ് ഉദ്യോഗസ്ഥർ കൈമാറുന്നത്. ഇതിൽ സ്വർണ്ണപ്പാളികൾ കവർച്ച ചെയ്യാനുള്ള, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ കവർ ചെയ്യുന്ന നീക്കത്തിന്റെ ആദ്യ ഫയൽ നീക്കം ആരംഭിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൽ നിന്നാണ്. മുരാരി ബാബു ആദ്യം ഇത് സ്വർണ്ണപ്പാളികൾ എന്ന് എഴുതുമ്പോഴും പിന്നീട് അത് തിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിന്റെ അടക്കം നേതൃത്വത്തിൽ അത് ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്താൻ പത്മകുമാറിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ള മൊഴിയും ഈ പറയുന്ന കൂട്ടുപ്രതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ പറയുന്ന അപേക്ഷയും ഈ അപേക്ഷയോടൊപ്പം ഈ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ ഫയലും പത്മകുമാറിന്റെ മുന്നിലേക്ക് വരുന്നു. സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാൻ ഒരു സ്പോൺസർ ഉണ്ടെന്ന് ദേവസ്വം ബോർഡിനെ മുൻകൂറായി അറിയിച്ചിരുന്ന പത്മകുമാർ തന്നെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ രേഖയടക്കമുള്ള ആ അപേക്ഷ, അല്ലെങ്കിൽ ആ നടപടിക്രമത്തിന് അംഗീകാരം നൽകുന്നു. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇത്തരമൊരു കാര്യത്തിന് അംഗീകാരം നൽകി പോകുന്നു എന്നുള്ളത് വലിയ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപേക്ഷ വരുന്നു. ഇവിടെ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഇതെല്ലാം അറിയുന്ന പത്മകുമാർ കൃത്യമായി ദേവസ്വം ബോർഡ് യോഗത്തിൽ വെച്ച് ഇതിന് അനുമതി നൽകുന്നു. ക്ഷമിക്കണം. പിന്നീട് ഈ പറയുന്ന രീതിയിൽ രേഖകൾ തിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. കാരണം പത്മകുമാറിന് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡിനെ പരിചയപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ രേഖാപരമായിട്ടുള്ള തെളിവുകൾ പോലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ സ്വന്തം കൈപ്പടയിലുള്ള രേഖകൾ പോലും ഈ കേസിൽ പത്മകുമാറിന് കുരുക്കായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രന്റെ കൂടി കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഈ സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ട് എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ പ്രത്യേകിച്ച് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകി കസ്റ്റഡിയിലെടുത്ത ശേഷം പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ തന്നെ പത്മകുമാറിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും അത് ചോദ്യം ചെയ്തേ വഴിയാകൂ എന്നുള്ളത്, പത്മകുമാറിന്റെ ഇത്തരം ഒരു മൊഴി ലഭിച്ചതുകൊണ്ട് സ്വാഭാവികമായും ചോദ്യം ചെയ്തേ മതിയാകൂ. അത് പിന്നീട് എന്തും സംഭവിക്കും എന്നുള്ളതിലാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. കാരണം കടകംപള്ളിയും പത്മകുമാറൊക്കെ ആദ്യം പറഞ്ഞൊഴിഞ്ഞതുപോലെ കടകംപള്ളിയും ഏതെങ്കിലും രീതിയിൽ ഇത് തന്റെ ഓഫീസിൽ വന്നൊരു ഫയൽ, അല്ലെങ്കിൽ തന്റെ ഓഫീസിൽ വന്നൊരു അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കാരണം താനല്ല അതിൽ തീരുമാനമെടുക്കേണ്ടത്, അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി, അങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ അപ്പോഴും പത്മകുമാർ ആദ്യം സ്വീകരിച്ചിരുന്നത് പോലെ ഈ പറഞ്ഞൊഴിഞ്ഞു പോകുമ്പോഴും അന്വേഷണ സംഘം തെളിവുകളുമായി, സാക്ഷിമൊഴികളുമായി, സാമ്പത്തിക ഇടപാടിന്റെ രേഖകളുമായി, ടെലിഫോൺ സംഭാഷണം
സംഭാഷണങ്ങളുടെ റെക്കോർഡുമായി എല്ലാം പത്മകുമാറിനെ വളഞ്ഞിരുത്തി ചോദ്യം ചെയ്ത സമയത്ത് ഒടുവിൽ പത്മകുമാർ കൃത്യമായി വിരൽ ചൂണ്ടിയിട്ടുണ്ട് മുകളിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കൃഷ്ണരാജ് ആവർത്തിച്ച് ചോദിച്ചതാണ്, അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സുധീഷ് കുമാറിലേക്കും, സുധീഷ് കുമാർ എൻ വാസുവിലേക്കും, എൻ വാസുവും മറ്റുദ്യോഗസ്ഥരുമെല്ലാം പത്മകുമാറിലേക്കും വിരൽ ചൂണ്ടിയതുപോലെ പത്മകുമാർ ഇപ്പോൾ കടകംപള്ളിയിലേക്കും വിരൽ ചൂണ്ടിയിരിക്കുന്നു. ഇനി കടകംപള്ളി ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ മാത്രം കുടുങ്ങണ്ട, കൂടെ നിന്നവരെല്ലാം കുടുങ്ങട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയെങ്കിൽ പത്മകുമാർ കടകംപള്ളിയെ വിരൽ ചൂണ്ടും. കടകംപള്ളി ഇനി ആരെ വിരൽ ചൂണ്ടും? കാരണം സർക്കാരിനെ കൂടി കുടുക്കുന്ന തരത്തിലാണല്ലോ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ വരുന്നത്. നമുക്ക് നോക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.